أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ജൽസയ്ക്ക് മുമ്പുള്ള ഖുതുബകളിൽ ഞാൻ മരീസി യുദ്ധത്തെ സംബന്ധിച്ചാണ് പറഞ്ഞിരുന്നത്. അതിൽ അബ്ദുള്ള ബിൻ ഉബയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതും കാപട്യത്തിൻ്റെ മാർഗം സ്വീകരിച്ചതും പറഞ്ഞിരുന്നു. ഹദരത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബീനിൽ ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് എഴുതുന്നു. യുദ്ധാവസാനത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു ദിവസം തങ്ങുകയുണ്ടായി. പക്ഷേ ഈ താമസത്തിന് ഇടയിൽ മുനാഫിക്കുകളുടെ വളരെ മോശമായ പെരുമാറ്റം ഉണ്ടായി. അത് മുഖേന ദുർബലരായ മുസ്ലിങ്ങൾക്കിടയിൽ ആഭ്യന്തര യുദ്ധത്തിന് പോലും സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസരോചിതമായ നീക്കവും കാന്തിക പ്രഭാവമുള്ള അവസ്ഥയും ഈ ഫിത്നയുടെ ഭയാനകമായ സാഹചര്യത്തിൽ നിന്നും മുസ്ലിങ്ങളെ സംരക്ഷിച്ചു. ഈ സംഭവം ഇപ്രകാരമായിരുന്നു. ഹസ്രത്ത് ഉമറിൻ്റെ ഒരു ഭൃത്യൻ ജഹ്ജ മർസിയിലുള്ള അരുവിയിൽ വെള്ളമെടുക്കാൻ പോയി. യാദൃച്ഛികമായി അതേ സമയത്ത് സിനാൻ എന്നു പേരുള്ള മറ്റൊരു വ്യക്തിയും, ഇയാൾ അൻസാറുകളുടെ സുഹൃത്തുക്കളിൽപ്പെട്ട ആളായിരുന്നു, വെള്ളമെടുക്കാൻ അവിടെ എത്തി. അവർ രണ്ടുപേരും വിവരദോഷികളും സാധാരണക്കാരുമായിരുന്നു. അരുവിയിൽ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി. ജഹ്ജ സിനാനെ മർദ്ദിച്ചു. പിന്നെ സിനാനാകട്ടെ വളരെ ഉച്ചത്തിൽ അലറി വിളിച്ചു, അൻസാറുകളെ, എന്നെ സഹായിക്കാൻ വരുവിൻ, എന്നെ മർദ്ദിച്ചിരിക്കുന്നു. ജഹ്ജ സിനാൻ തൻ്റെ സമൂഹത്തെ വിളിക്കുന്നത് കണ്ടപ്പോൾ അയാളും തൻ്റെ ആളുകളെ വിളിച്ചു, മുഹാജിരീങ്ങളെ ഓടി വരുവിൻ. ഇത് കേട്ട് അൻസാറുകളും മുഹാജിരീങ്ങളും വാളുമെടുത്ത് പ്രസ്തുത അരുവിയിലേക്ക് ഓടിയെത്തി. കാണെ അവിടെ ഒരു വലിയ സംഘം ഒത്തുകൂടി. വിവരദോഷികളായ യുവാക്കൾ പരസ്പരം ആക്രമിക്കും എന്ന നിലയിലായിരുന്നു. പക്ഷേ അപ്പോഴേക്കും കാര്യവിവരമുള്ള ആത്മാർത്ഥരായ മുഹാജിരീങ്ങളും അൻസാരിങ്ങളും അവിടെ എത്തിപ്പെട്ടു. അവർ ഉടൻ തന്നെ ആളുകളെ പിടിച്ചുമാറ്റുകയും സന്ധിയിലാക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത അറിയാനിടയായപ്പോൾ പറഞ്ഞു, ഇത് ജാഹിലിയത്തിൻ്റെ പ്രകടനമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രശ്നം ഒഴിവായി. എന്നാൽ മുനാഫിക്കങ്ങളുടെ നേതാവ് അബ്ദുള്ള ബിൻ ഉബയ്യ് ബിൻ സുലൂൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവം അറിഞ്ഞപ്പോൾ ആ ദുർഭകൻ ഈ ഫിത്നയെ വീണ്ടും സജീവമാക്കാൻ ആഗ്രഹിച്ചു. തൻ്റെ കൂട്ടുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും മുസ്ലിങ്ങൾക്കുമെതിരിൽ വളരെയേറെ പ്രകോപിതരാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ അല്പത്തരമാണ്. നിങ്ങൾ അഭയമില്ലാത്ത മുസ്ലിങ്ങൾക്ക് അഭയം നൽകിക്കൊണ്ട് അവരെ തലയിൽ കയറ്റുകയാണ് ചെയ്തത്. ഇനി നിങ്ങൾ അവർക്കുള്ള സഹായം പിൻവലിക്കുക. അങ്ങനെയായാൽ അവർ സ്വയം എല്ലാം ഇട്ടറിഞ്ഞ് പോകുന്നതാണ്. അവസാനം ആ ദുർഭകൻ ഇത്രയും കൂടി പറഞ്ഞു, ലഇൻ റജഅന ഇലൽ മദീനത്തി ല യുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അസല്ല. അതായത്, ഇനി മദീനയിൽ പോയി അന്തസ്സുള്ള വ്യക്തി അഥവാ സമൂഹം നിന്ദ്യനായ വ്യക്തിയെ അഥവാ സമൂഹത്തെ നഗരത്തിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്ന് നോക്കുക. ആ സമയത്ത് വളരെ ആത്മാർത്ഥനായ ഒരു മുസ്ലിം യുവാവ് സെയ്ദ് ബിൻ അർക്കം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അബ്ദുള്ള ബിൻ ഉബയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അസ്വസ്ഥനായി. ഉടൻ തന്നെ തൻ്റെ പിതൃവ്യൻ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സംഭവത്തെക്കുറിച്ച് അറിയിപ്പ് കൊടുത്തു. ആ സമയത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹസ്രത്ത് ഉമർ ഇരിപ്പുണ്ടായിരുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ കോപവും ആത്മാഭിമാനവും കൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങെനിക്ക് അനുവാദം തരികയാണെങ്കിൽ ഞാൻ ആ ഫിത്ന വരുത്തുന്ന മുനാഫിക്കിൻ്റെ തല കൊയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, അത് ഒഴിവാക്കൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂട്ടുകാരെ കൊല്ലുകയാണെന്ന് ജനങ്ങൾ പറഞ്ഞു നടക്കുന്നത് കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ല ബിൻ ഉബയ്യിനെയും കൂട്ടുകാരെയും വിളിച്ചു വരുത്തുകയുണ്ടായി. അവരോട് ചോദിച്ചു, ഇതെന്താണ് കാര്യം? അവർ അള്ളാഹുവിനെ ആണയിട്ടുകൊണ്ട് പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചില അൻസാറുകളും ശിപാർശയുമായി വന്നു പറഞ്ഞു, സെയ്ദ് ബിൻ അർക്കം തെറ്റിദ്ധരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അബ്ദുല്ല ബിൻ ഉബയ്യിൻ്റെയും അയാളുടെ കൂട്ടുകാരുടെയും വിശദീകരണങ്ങൾ അംഗീകരിച്ചു. സെയ്ദിൻ്റെ വാക്കുകളെ നിരാകരിച്ചു. അതിൽ സെയ്ദിന് കഠിനമായ ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഖുർആനിക വഹി സെയ്ദിനെ സത്യപ്പെടുത്തുകയുണ്ടായി. മുനാഫിക്കീങ്ങൾ വ്യാജന്മാരാണെന്നും അത് പ്രഖ്യാപിച്ചു. ഏതായാലും ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ല ബിൻ ഉബയ്യിനെയും മറ്റും വിളിച്ച് കാര്യങ്ങളെ സാക്ഷ്യപ്പെടുത്തി. അതേസമയം മറുഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞു, ജനങ്ങളോട് ഇപ്പോൾ തന്നെ തിരിച്ചു പുറപ്പെടാനുള്ള കൽപ്പന നൽകുക. ആ സമയം ഉച്ചനേരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവിൽ ആ സമയത്ത് യാത്ര ചെയ്തിരുന്നില്ല. കാരണം അറേബ്യയുടെ കാലാവസ്ഥ അനുസരിച്ച് ആ സമയം കഠിനമായ ചൂടുണ്ടായിരുന്നു. അതിൽ യാത്ര ചെയ്യുക എന്നത് വളരെ ദുഷ്കരവുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൻ്റെ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് അപ്പോൾ തന്നെ തിരിച്ചു പോരാൻ തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ഉടൻ തന്നെ മുസ്ലിം സൈന്യം മുഴുവനും തിരിച്ചു പോരാൻ തയ്യാറെടുപ്പ് തുടങ്ങി. ഏകദേശം അതേ സമയത്ത് ഉസൈദ് ബിൻ അൻസാരി, അദ്ദേഹം ഔസ് ഗോത്രത്തിൻ്റെ വളരെ അറിയപ്പെടുന്ന തലവനായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിധത്തിൽ ഹാജരായി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് പൊതുവിൽ ഈ സമയത്ത് യാത്ര ചെയ്യാറില്ല. ഇന്ന് എന്താണ് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ല എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടില്ലേ? അയാൾ പറയുന്നു, ഞങ്ങൾ മദീനയിലേക്ക് പോകും. അവിടെ അന്തസ്സുള്ള വ്യക്തി നിന്ദ്യനായ വ്യക്തിയെ പുറത്താക്കുന്നതാണ്. ഉസൈദ് അനിയന്ത്രിതമായി പറഞ്ഞു, അതേ യാ റസൂലല്ലാഹ്, അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അബ്ദുല്ലയെ മദീനയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുന്നതാണ്. കാരണം അള്ളാഹുവാണ് അന്തസ് അങ്ങേക്കാകുന്നു, അയാൾ നിന്ദ്യനാണ്. പിന്നെ ഉസൈദ് ബിൻ ഹുദൈർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അവിടെ വരുന്നതിന് മുമ്പ് അബ്ദുല്ല തൻ്റെ ജനതയിൽ ബഹുമാന്യനായിരുന്നുവെന്നും അയാളുടെ ജനത അയാളെ രാജാവാക്കാൻ തീരുമാനിച്ചതാണെന്നും അങ്ങേക്കറിയാമല്ലോ. അങ്ങ് വന്നതോടുകൂടി അതെല്ലാം മണ്ണടിഞ്ഞു. ആയതിനാൽ അക്കാരണം കൊണ്ട് അയാളുടെ മനസ്സിൽ അങ്ങയെക്കുറിച്ച് അസൂയയുണ്ട്. അതുകൊണ്ട് അയാളുടെ പാഴ്വാക്കുകളെ ഗൗനിക്കേണ്ടതില്ല. അയാൾക്ക് മാപ്പ് കൊടുത്താലും. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അബ്ദുള്ളയുടെ മകൻ ഈ കാര്യങ്ങളും ഹസ്രത്ത് ഉമറിൻ്റെ സംസാരത്തെക്കുറിച്ചും അറിയാൻ ഇടയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ അടുക്കൽ എത്തിയ വാർത്ത സംബന്ധിച്ച് അങ്ങ് എൻ്റെ പിതാവിനെ വധിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോട് അതിന് കൽപ്പിച്ചാലും. അള്ളാഹുവാണെ, അങ്ങ് ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ അയാളുടെ ശിരസ്സുമായി എത്തുന്നതാണ്. അള്ളാഹുവാണെ, എന്നേക്കാളും അധികം തൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുന്ന ആരും ഞങ്ങൾക്കിടയിലില്ലെന്ന് ഹസർജുകാർക്കറിയാം. യാ റസൂലല്ലാഹ്, എനിക്കുള്ള ആശങ്ക എന്നെയല്ലാതെ മറ്റാരെയെങ്കിലും അയാളെ വധിക്കാൻ കൽപ്പന കൊടുക്കുകയാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഘാതകൻ ആളുകൾക്കിടയിൽ നടക്കുന്നത് കാണാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നതല്ല. ഞാൻ അയാളെ കൊല്ലുന്നതാണ്. അങ്ങനെ നരകത്തിൽ പോകാൻ ഇടവരും. അതുകൊണ്ട് മറ്റാരെങ്കിലും അയാളെ കൊല്ലുകയാണെങ്കിൽ ഞാൻ ദേഷ്യത്തിൽ അയാളെ കൊന്നുപോയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പാക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. നബിയുടെ ഔദാര്യം ഏറ്റവും മഹത്തായതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ പറഞ്ഞു, അബ്ദുള്ള, ഞാൻ അയാളെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റാർക്കും അതിനുള്ള കൽപ്പനയും നൽകിയിട്ടില്ല. അയാൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം നാം തീർച്ചയായും അയാളോട് വളരെ നല്ല നിലയിൽ വർത്തിക്കുന്നതാണ്. അബ്ദുള്ള പറഞ്ഞു, യാ റസൂലല്ലാഹ്, തീർച്ചയായും ഈ പട്ടണത്തിലെ ആളുകൾ
എൻ്റെ പിതാവിൻ്റെ കിരീടാചാരണം ഉറപ്പിച്ചതായിരുന്നു. പിന്നെ അള്ളാഹു അങ്ങയെ കൊണ്ടുവന്നു. അള്ളാഹു അയാളെ പിന്നിലേക്കാക്കുകയും ചെയ്തു. അങ്ങ് മുഖേന ഞങ്ങളെ ഉയർത്തുകയും ചെയ്തു. ഇതൊക്കെ അബ്ദുല്ലാഹിൻ്റെ മകനാണ് പറയുന്നത്. അയാളുടെ കൂടെ കുറച്ചാളുകളുണ്ട്. അവർ അയാളുടെ അടുത്തേക്ക് പോകുന്നു. അയാൾക്ക് മേൽ അള്ളാഹു അധീശത്വം ഏറ്റെടുത്ത ഈ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, അബ്ദുല്ല ബിൻ ഉബയ്യൻ്റെ മകൻ്റെ പേര് ഹബ്ബാബ് എന്നായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറ്റി അബ്ദുല്ല എന്നാക്കിയതാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് തിരിച്ചു വരാനുള്ള യാത്ര ആരംഭിച്ചു. അതിൻ്റെ വിശദീകരണത്തിൽ എഴുതുന്നു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം വൈകുന്നേരം വരെയും രാത്രി മുഴുവനും രാവിലെ വരെയും രാവിലെ ആരംഭഘട്ടത്തിലും യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ആളുകൾക്ക് സൂര്യതാപം പ്രയാസമായി അനുഭവപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ ഒപ്പം തങ്ങുകയുണ്ടായി. അവർ നിലത്തേക്ക് ഇറങ്ങിയതും ഉറങ്ങാൻ തുടങ്ങി. ഈ എല്ലാ യാത്രയിൽ മുഴുവനും ആരും തന്നെ തങ്ങളുടെ സവാരി മൃഗത്തിൽ നിന്ന് പ്രഭാത കൃത്യങ്ങൾക്കും നമസ്കാരത്തിനുമല്ലാതെ ഇറങ്ങിയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാഹനാമൃഗത്തെ തെളിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പിന്നിലെ കാലുകളിൽ വടികൊണ്ടടിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾ അബ്ദുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ മറന്നുപോകാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും നീണ്ട തുടർച്ചയായ യാത്ര ചെയ്തത്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം യാത്ര ചെയ്യുകയായിരുന്നു. ഹദ്റത്ത് സെയ്ദ് ബിൻ അർക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാർശ്വങ്ങളിൽ യാത്ര തുടരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാഹനാമൃഗത്തെ തളിച്ചുകൊണ്ട് അല്പം വേഗത കൂട്ടി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ വഹി ഇറങ്ങാൻ തുടങ്ങി. ഞാൻ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശക്തമായ മോഹാത്സല്യം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തളത്തിൽ വിയർപ്പ് തുള്ളികൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലിൻ്റെ മുൻഭാഗത്ത് ഭാരം അനുഭവപ്പെടുന്നു. അത് തിരിഞ്ഞു പോകും എന്ന് തോന്നി. അതായത് കാലുകൾ മടങ്ങിപ്പോകും എന്ന് തോന്നിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഇറങ്ങുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം വഹി ഇറങ്ങുമ്പോഴാണ് ഇത്തരമൊരവസ്ഥ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ വഹിയിൽ എന്നെ സാക്ഷ്യപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരവസ്ഥ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കാതിൽ പിടിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാഹനാമൃഗത്തിന് അടുത്തായിരുന്നു. എത്രത്തോളം എന്നാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, നിന്റെ കാതുകൾ നിന്നോട് കൂറുകാട്ടിയിരിക്കുന്നു. അള്ളാഹു നീ പറഞ്ഞ കാര്യത്തിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. അതായത് അതേപ്പറ്റി വഹി ഇറങ്ങിയിരിക്കുന്നു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് സെയ്ദ് ബിൻ അർക്കം വിവരിക്കുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഞാൻ ദുഃഖത്താൽ എൻ്റെ തല താഴ്ത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ കാതുകളെ തൊട്ടുരുമ്മി എൻ്റെ മുന്നിൽ പുഞ്ചിരിച്ചു കൊണ്ടു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പുഞ്ചിരിക്ക് പകരം എൻ്റെ ജീവിതത്തിൽ മറ്റെന്ത് കിട്ടിയാലും എനിക്ക് അത്രയും സന്തോഷമുണ്ടാകില്ല. പറയുന്നു, അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പുഞ്ചിരി എൻ്റെ ജീവിതത്തിൽ വളരെയേറെ വിലപ്പെട്ടതായിരുന്നു. ഏതായാലും പിന്നെ ഹസ്രത്ത് അബൂബക്കറും എന്നെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടൊന്നും പറഞ്ഞില്ല. എൻ്റെ കാതുകളിൽ തലോടുകയും എൻ്റെ മുന്നിൽ പുഞ്ചിരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് സുവാർത്തയായിരിക്കട്ടെ. പിന്നെ ഹസ്രത്ത് ഉമർ എന്നെ കണ്ടുമുട്ടി. ഞാൻ അദ്ദേഹത്തോടും ഹസ്രത്ത് അബൂബക്കറിനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുകയുണ്ടായി. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, സൂറ മുനാഫിഖൂൻ ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനെ വിളിച്ചു വരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത ആയത്തുകൾ പാരായണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സദഖക, അതായത് അള്ളാഹു നിന്നെ സത്യപ്പെടുത്തിയിരിക്കുന്നു. സൂറ മുനാഫിഖൂൻ ഇറങ്ങിയതിനു ശേഷം ഹസ്രത്ത് ഉബാദ ബിൻ സാമിത്ത് ഇബ്നു ഉബയ്യിൻ്റെ അടുക്കലൂടെ പോയെങ്കിലും അയാളോട് സലാം പോലും പറഞ്ഞില്ല. പിന്നെ ഔസ് ബിൻ ഹൗലയും പോവുകയുണ്ടായി. അദ്ദേഹവും സലാം പറഞ്ഞില്ല. ഇത് കണ്ടപ്പോൾ ഇബ്നു ഉബയ്യ് പറഞ്ഞു, ഇതെന്തു പറ്റി? ഇക്കാര്യത്തിൽ നിങ്ങൾ പരസ്പര ധാരണയിലാണോ? അത് അവർ കേട്ടു. 2 സഹാബാക്കളും അയാളുടെ അടുത്തെത്തി.
അയാളുടെ പ്രവൃത്തിയിൽ അയാളെ നല്ലപോലെ ശകാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ വർത്തമാനങ്ങൾ വ്യാജമാക്കുന്ന ഖുർആൻ ആയത്തുകൾ ഇറങ്ങിയിരിക്കുന്നു. ഔസ് ബിൻ ഖൗലി പറഞ്ഞു, നീ നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുവെന്നും നീ അള്ളാഹുവിനോട് തൗബ ചെയ്തു എന്നും അറിയുന്നതുവരെയും ഇപ്പോൾ നിന്നെ സംബന്ധിച്ച് ഒരു കാര്യവും പറയുന്നില്ല. ഞങ്ങൾ നിനക്ക് വേണ്ടി സെയ്ദ് ബിൻ അർക്കമിനെ ദോഷിച്ചുകൊണ്ടിരുന്നു. നീ നിന്റെ സമുദായത്തിലൊരാളെ സംബന്ധിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദോഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ സെയ്ദ് പറഞ്ഞത് സത്യമാണെന്ന് വന്നിരിക്കുന്നു. നിന്റെ കളവിനെപ്പറ്റി ഖുർആനിക ആയത്തുകൾ സാക്ഷ്യം നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പുറപ്പെടാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അബ്ദുല്ലാ ബിൻ ഉബയ്യിന്റെ മകൻ അബ്ദുള്ള ആളുകളുടെ മുന്നിൽ വഴിയിലെത്തി തൻ്റെ പിതാവിന് മുന്നിൽ നിന്നു. പിതാവിനെ കണ്ടപ്പോൾ തടസ്സമായി നിന്നുകൊണ്ട് പറഞ്ഞു, ഏതുവരെ നിങ്ങൾ സ്വയം നിന്ദിതനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ബഹുമാന്യനുമാണെന്ന് പറയുന്നില്ലയോ, അതുവരെ നിങ്ങളെ പോകാൻ അനുവദിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ കൂടി പോയപ്പോൾ പറഞ്ഞു, അയാളെ ഒഴിവാക്കൂ. എൻ്റെ ആയുസ്സാണ് സത്യം. അയാൾ നമ്മുടെ ഇടയിൽ ഉള്ളിടത്തോളം അയാളോട് നല്ല നിലയിൽ വർത്തിക്കുന്നതാണ്. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഈ സംബന്ധിച്ച് എഴുതുന്നു, അബ്ദുള്ള തൻ്റെ പിതാവിനെതിരിൽ എത്രമാത്രം ആവേശത്തിലായിരുന്നു എന്നാൽ ഇസ്ലാമിക സൈന്യം മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ അബ്ദുള്ള തൻ്റെ പിതാവിൻ്റെ വഴിയിൽ തടസ്സമായി നിന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണേ, ഏതുവരെ നിങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ബഹുമാന്യനും നിങ്ങൾ നിന്ദ്യനുമാണെന്ന് പറയുന്നില്ലയോ, അതുവരെ നിങ്ങളെ പോകാൻ അനുവദിക്കുന്നതല്ല. അബ്ദുള്ളയുടെ മുന്നിൽ അവസാനം നിർബന്ധിതാവസ്ഥയിൽ അയാൾക്ക് അങ്ങനെ പറയേണ്ടി വന്നു. തുടർന്ന് അബ്ദുള്ള വഴി ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. തിരിച്ചുള്ള യാത്ര തുടങ്ങിയപ്പോൾ ആ ദിവസത്തിൻ്റെ ബാക്കിഭാഗവും മുഴുവൻ രാത്രിയും അടുത്ത ദിവസത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലും ഇസ്ലാമിക സൈന്യം തുടർച്ചയായി യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം തമ്പടിച്ചപ്പോൾ ക്ഷീണം കാരണം അവരിൽ ഭൂരിഭാഗം ആളുകളും ഗാഠനിദ്രയിലായി. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ജാഗ്രതയോടെ ജനങ്ങളുടെ ശ്രദ്ധ ഒരനിഷ്ട സംഭവത്തിൽ നിന്ന് തിരിക്കുകയും ഒരു നീണ്ട യാത്ര വരെയും മറ്റൊരു കാര്യത്തിലേക്കാക്കുകയും ചെയ്തു. അള്ളാഹു തന്നെ വിശ്വാസികളെ സംരക്ഷിക്കുകയുമുണ്ടായി. വാസ്തവത്തിൽ മുനാഫിക്കീങ്ങൾ മദീനയിൽ എപ്പോഴും എങ്ങനെയെങ്കിലും മുസ്ലിങ്ങൾക്കിടയിൽ ആഭ്യന്തര യുദ്ധമുണ്ടാക്കുന്നതിനും പരസ്പരം വഴക്കുണ്ടാക്കുന്നതിനും ശ്രമിച്ചുകൊണ്ടിരുന്നു. സാധ്യമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തസ്സിന് കോട്ടമുണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇസ്ലാമിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കാന്തിക ശക്തി മുസ്ലിങ്ങളെ എല്ലാത്തരം ഗൂഢാലോചനയുടെ വിള്ളലുകളിൽ നിന്നും ശക്തമായ ഐക്യബന്ധത്തിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ബഹുമാനവും ആദരവും ആത്മാർത്ഥതയും വിശ്വാസവും സ്നേഹവും എത്രമാത്രം ആഴത്തിലുള്ള വികാരമായിരുന്നുവെന്നാൽ അവയെ ഏതെങ്കിലും മനുഷ്യശക്തിക്ക് ചഞ്ചലപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. ഈ സന്ദർഭത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ കപടവിശ്വാസികളുടെ നേതാവ് അബ്ദുല്ലാ ബിൻ ഉബയ്യ് സാധാരണക്കാരായ രണ്ട് മുസ്ലിങ്ങളുടെ ഒരു നിസ്സാര വഴക്കിൽ നിന്ന് പ്രയോജനമെടുത്തുകൊണ്ട് എങ്ങനെയാണ് സഹാബാക്കൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിനും ആദരവിനും കോട്ടം തട്ടിക്കാനും ശ്രമിച്ചതെന്ന് നോക്കുക. പക്ഷേ അതിൻ്റെ പരാജയമാണ് അയാൾക്ക് കാണേണ്ടി വന്നത്. അള്ളാഹു അയാളുടെ മകൻ്റെ കൈകൾ കൊണ്ട് തന്നെ നിന്ദാവഹമായ ഫലം ആസ്വദിപ്പിച്ചു. അതൊരു പക്ഷേ അയാൾ മരണം വരെയും മറന്നിരിക്കാൻ ഇടയില്ല. എഴുതുന്നു, മറ്റൊരു നിവേദനം ഇപ്രകാരമാണ്: ഈ സംഭവത്തിന് ശേഷം ഇബ്നു ഉബയ്യ് ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അയാളുടെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അയാളെ ശാസിച്ചിരുന്നു, അയാളെ തടുക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഹസ്രത്ത് ഉമറിനോട് പറഞ്ഞു, ഉമർ, ഇനി പറയൂ, ഞാൻ അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞ ആ ദിവസം അയാളെ വധിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ എന്നെ സംബന്ധിച്ച് ദുർവിചാരത്തിൽ ആകുമായിരുന്നു, ദേഷ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇനി ഞാൻ അയാളെ വധിക്കാൻ കൽപ്പിക്കുകയാണെങ്കിൽ ജനങ്ങൾ തീർച്ചയായും അത് ചെയ്യുന്നതാണ്, കാരണം കാര്യങ്ങളെല്ലാം വ്യക്തമായിരിക്കുന്നു. ഹസ്രത്ത് ഉമർ പറഞ്ഞു, അള്ളാഹുവാണേ, നബിയുടെ തീരുമാനം എൻ്റെ അഭിപ്രായത്തെക്കാളും അനുഗ്രഹീതമാണെന്ന് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു
ബനു മുസ്തലിഖ് യുദ്ധത്തെയും അബ്ദുല്ല ബിൻ ഉബൈയിൻ്റെയും സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, മക്കയിലെ കാഫിരീങ്ങൾ മുസ്ലിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നതിന് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളായ ഗോത്രങ്ങളും ശത്രുക്കളായിക്കൊണ്ടിരുന്നു. ഈ കപട വിശ്വാസികളും മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നതിന് മുസ്ലിങ്ങൾ ധൈര്യപ്പെട്ടു. ഒരുപക്ഷെ അവർ ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് നഷ്ടം വരുത്തുന്നതിന് അവസരം കിട്ടുമെന്ന് കരുതിയിരിക്കാം. ബനു മുസ്തലിഖുമായുള്ള യുദ്ധം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവസാനിച്ചു. അതിനാൽ ഈ യുദ്ധത്തിനിടയിൽ കപടവിശ്വാസികൾക്ക് ഒരു ദ്രോഹവും വരുത്താൻ അവസരം കിട്ടിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രദേശത്ത് കുറച്ചു ദിവസം താമസിക്കാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താമസത്തിനിടയിൽ മക്കക്കാരനായ ഒരു മുസൽമാൻ മദീനക്കാരനായ ഒരു മുസ്ലിമുമായി കിണറിലെ വെള്ളമെടുക്കുന്ന കാര്യത്തിൽ ശണ്ട കൂടി. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ മക്കക്കാരൻ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയായിരുന്നു. അയാൾ മദീനക്കാരനായ വ്യക്തിയെ മർദ്ദിച്ചു. അപ്പോൾ അയാൾ മദീനക്കാരെ, അതായത് അൻസാറുകളെ വിളിക്കുകയുണ്ടായി. മക്കക്കാരൻ മുഹാജിറുകളെയും വിളിച്ചു. അങ്ങനെ ഒരു കിടമത്സരം രൂപപ്പെട്ടു. ആരും തന്നെ എന്താണ് സംഭവമെന്ന് അന്വേഷിക്കുകയുണ്ടായില്ല. ആവേശം മൂത്തപ്പോൾ വഴക്കു തുടങ്ങി. അങ്ങനെ കുഴപ്പങ്ങൾ ആരംഭിച്ചു. രണ്ടു ഭാഗത്തും യുവാക്കൾ വാളുകൾ പുറത്തെടുത്തു. ഇബ്നു ഉബയ്യ് ഇത് അള്ളാഹു ഒരുക്കിയ സന്ദർഭമാണെന്ന് കരുതി, അതായത് അള്ളാഹു അയാൾക്ക് അവസരം കൊടുത്തു എന്ന് കരുതി. അയാൾ എരുതിയിൽ എണ്ണയൊഴിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. മദീനക്കാരെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, മുഹാജിരീങ്ങൾ നിങ്ങളുടെ ഔദാര്യത്തിൽ ഒരുപാട് അതിര് കടന്നിരിക്കുന്നു. നിങ്ങളുടെ നന്മയുള്ള പെരുമാറ്റം കാരണം അവർക്ക് തലതിരിഞ്ഞു പോയിരിക്കുന്നു. അവർ കൂടെ കൂടെ നിങ്ങളുടെ തലയിൽ കയറുന്നു. അബ്ദുള്ള പ്രതീക്ഷിച്ച പ്രതികരണം ഈ പ്രസംഗത്തിനുണ്ടാവുകയും വഴക്ക് രൂക്ഷമാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അബ്ദുള്ള തൻ്റെ ദ്രോഹപരമായ പ്രസംഗത്തിന് ഉണ്ടാകാനിടയുള്ള പ്രതികരണം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. അയാളുടെ പ്രസംഗം പ്രഭാവമുണ്ടാക്കുമെന്ന് കരുതി എത്രത്തോളം അയാൾ പറഞ്ഞു, നമ്മൾ മദീനയിലേക്ക് തിരിച്ചെത്തിയാൽ ഏറ്റവും ബഹുമാന്യനായ വ്യക്തി ഏറ്റവും നിന്ദ്യനായ വ്യക്തിയെ അവിടെ നിന്ന് പുറത്താക്കുന്നതാണ്. ബഹുമാന്യനായ വ്യക്തിയെന്ന് അയാൾ തന്നെക്കുറിച്ചും നിന്ദ്യനായ വ്യക്തിയെന്ന് നൗസുബില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുമാണ് ഉദ്ദേശിച്ചത്. ഏതായാലും ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അയാളുടെ വായിൽ നിന്ന് വന്നു. വിശ്വാസികൾക്ക് അയാളുടെ യാഥാർത്ഥ്യം മനസ്സിലായി. അവർ പറഞ്ഞു, ഇത് ഒരു നിസ്സാര കാര്യമല്ല, മറിച്ച് ശൈത്താന്റെ വാക്കുകളാകുന്നു. അവൻ നമ്മളെ വഴികേടിലാക്കാൻ വന്നതാണ്. ഒരു യുവാവായ വ്യക്തി എഴുന്നേറ്റു തൻ്റെ പിതൃവ്യൻ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാ ബിൻ സുരൂരിനെയും അയാളുടെ കൂട്ടുകാരെയും വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് കാര്യം? അയാളും അയാളുടെ കൂട്ടുകാരും അതെല്ലാം പൂർണ്ണമായും നിഷേധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടേയില്ല. അവരത് പൂർണ്ണമായും നിഷേധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. എന്നാൽ യാഥാർത്ഥ്യം പരന്നു തുടങ്ങി. കുറച്ചു സമയത്തിനകം അബ്ദുല്ല ബിൻ അബ്ദുള്ളയും ഈ കാര്യങ്ങൾ കേട്ടു. അദ്ദേഹം ഉടൻ തന്നെ തിരുനബിയുടെ സവിധത്തിലെത്തി പറഞ്ഞു, എൻ്റെ പിതാവ് അങ്ങയെ അപഹസിച്ചിരിക്കുന്നു. അതിനുള്ള ശിക്ഷ മരണമാണ്. അങ്ങ് തീരുമാനമെടുക്കുകയാണെങ്കിൽ എൻ്റെ പിതാവിനെ വധിക്കാൻ എന്നോട് കൽപ്പിക്കണം. മറ്റാർക്കെങ്കിലും കൽപ്പന നൽകുകയും എൻ്റെ പിതാവ് അയാളുടെ കൈകളാൽ കൊല്ലപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അയാളോട് എൻ്റെ പിതാവിനെ കൊന്നതിനുള്ള പ്രതികാരം ചോദിക്കാൻ തോന്നുന്നതാണ്. അങ്ങനെ എനിക്ക് അള്ളാഹുവിൻ്റെ നീരസവും ഏൽക്കേണ്ടി വരും. കാരണം ദേഷ്യത്തിൻ്റെ കുറേയൊക്കെ സ്വഭാവങ്ങൾ അവരുടെ സ്വഭാവത്തിലും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് അങ്ങ് എൻ്റെ പിതാവിനെ വധിക്കാൻ എന്നോട് കൽപ്പിച്ചാലും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ പിതാവിനോട് സൗമ്യമായും ഔദാര്യത്തോടെയും നമ്മൾ വർത്തിക്കുന്നതാണ്. അബ്ദുള്ള തൻ്റെ പിതാവിൻ്റെ മോശമായ രീതിയിലുള്ള വർത്തമാനവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യമായ പെരുമാറ്റത്തെ തുലനം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. തൻ്റെ പിതാവിനെതിരെ അദ്ദേഹത്തിന് ദേഷ്യവും വർദ്ധിച്ചു. അങ്ങനെ സൈന്യം മദീനയ്ക്ക് അടുത്തെത്തിയപ്പോൾ അദ്ദേഹം മുന്നോട്ട് വന്നു തൻ്റെ പിതാവിൻ്റെ വഴി തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചു പറയുന്നതുവരെയും ഞാൻ നിങ്ങളെ മദീനയിലേക്ക് കടത്തിവിടുന്നതല്ല. ഏതൊരു നാവ് കൊണ്ടാണോ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ മോശക്കാരനാണെന്നും നിങ്ങളെ ബഹുമാന്യനാണെന്നും പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ
അള്ളാഹു നബി ഏറ്റവും ബഹുമാന്യനും നിങ്ങൾ മോശക്കാരനുമാണെന്ന് പറയണം. നിങ്ങളിത് പറയുന്നത് വരെയും ഞാൻ ഒരിക്കലും വിടുന്നതല്ല. അബ്ദുല്ലാ ബിൻ ഉബയ്യ് അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകനെ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ബഹുമാന്യനും ഞാൻ ഏറ്റവും നിന്ദ്യനുമാകുന്നു. അബ്ദുള്ള പിതാവിനെ വിട്ടയക്കുകയും ചെയ്തു. ഈ യാത്രയ്ക്കിടയിൽ തമ്പടിച്ച സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം നഷ്ടപ്പെടുകയുണ്ടായി. അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ്: ബനു മുസ്തലിക്കിൽ നിന്നുള്ള തിരിച്ചുവരവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവിയക്കുൻ നഖി അഥവാ ബക്ക എന്നു പേരുള്ള ഒരരുവിയിലിറങ്ങി. ബക്ക നക്കിയുടെ മേൽപ്രദേശത്താണുള്ളത്. മദീനയിൽ നിന്ന് തെക്ക് 40 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. ഏതായാലും ഈ സ്ഥലത്ത് മുസ്ലിങ്ങൾ തങ്ങളുടെ മൃഗങ്ങളെ മേയാൻ വിട്ടു. അതിനിടയിൽ ശക്തമായ കാറ്റടിക്കുകയുണ്ടായി. ഈ ശക്തമായ കാറ്റിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം നഷ്ടപ്പെടുകയും ചെയ്തു. മുസ്ലിങ്ങൾ അതിനെല്ലാ ഭാഗത്തും അന്വേഷിച്ചു കൊണ്ടിരുന്നു. സെയ്ദ് ബിൻ നസീത്ത് ഒരു അൻസാർ സംഘത്തിലാണ് ഉണ്ടായിരുന്നത്. അയാൾ മുനാഫിക്കായിരുന്നു. ഈ സംഘത്തിൽ ഉബാദ് ബിൻ ബഷർ ബിൻ ദക്ഷ്, സൽമാ ബിൻ സലാമയും ഉസൈദ് ബിൻ ഹുസൈറും ഉണ്ടായിരുന്നു. സെയ്ദ് ബിൻ നസീത്ത് യഹൂദി ഗോത്രമായ ബനു കൈൻകായിൽപ്പെട്ട ആളായിരുന്നു. അയാൾ യഹൂദി പണ്ഡിതന്മാരുടെ ഗണത്തിലാണ് എണ്ണപ്പെട്ടിരുന്നത്. പ്രത്യക്ഷത്തിൽ മുസ്ലിമായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉള്ളിൽ യഹൂദിയായി തുടർന്നു. ഈ മുനാഫിക്ക്, അതായത് സെയ്ദ് പറഞ്ഞു, ആളുകൾ എന്തിനാണ് ഓടിക്കിതയ്ക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം അന്വേഷിക്കുകയാണെന്നും അത് നഷ്ടപ്പെട്ടു എന്നും അയാളോട് പറഞ്ഞു. അയാൾ അഥവാ നസീത്ത് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് അതെവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ലേ? അയാളുടെ ഈ വർത്തമാനം വിചിത്രമായവർക്ക് തോന്നി. അവർ പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ ശത്രു, അള്ളാഹു നിന്നെ നശിപ്പിക്കട്ടെ, നീ മുനാഫിക്കാകുന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ വിശ്വാസികൾക്ക് അയാൾ കാപട്യത്തിൻ്റെ വർത്തമാനമാണ് പറയുന്നതെന്ന് മനസ്സിലായി. അവർ പറഞ്ഞു, നീ മുനാഫിക്കാണ്. തുടർന്ന് ഹസ്രത്ത് ഉസൈദ് ബിൻ ഹുദൈർ അയാളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇയാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ള ആശങ്ക ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ കൊന്തം കൊണ്ട് അയാളെ വകവരുത്തുമായിരുന്നു. അല്ലയോ അള്ളാഹുവിൻ്റെ ശത്രു, നിന്റെ മനസ്സിൽ ഇങ്ങനെ കാപട്യമുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ഞങ്ങളോടൊപ്പം പുറപ്പെട്ടത്? അയാൾ പറഞ്ഞു, ഞാൻ ഭൗതിക സാധനങ്ങൾ നേടുന്നതിനാണ് വന്നിട്ടുള്ളത്. അതായത് അയാളുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ വെളിപ്പെട്ടു തുടങ്ങി. അയാൾ പറഞ്ഞു, അള്ളാഹുവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, ആകാശ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നു. എന്നിരിക്കെ ഈ ഒട്ടകത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? പറയുന്നു, വലിയ പ്രവചനങ്ങളെക്കുറിച്ച് അള്ളാഹു തനിക്ക് പറഞ്ഞു തരുന്നു എന്ന് പറയുന്നു. ഒട്ടകത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അറിവ് കിട്ടാത്തത്? അതായത് അയാൾ കാപട്യത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങി. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അയാളുടെ നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഇത്തരം ചിന്താഗതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ ഒരിക്കലും ഒരുമിക്കുമായിരുന്നില്ല. ഇനി നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധ്യമല്ല. അയാൾ ഭയപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. സഹാബാക്കൾ ആക്രമിക്കുമെന്ന് അയാൾ ആശങ്കപ്പെട്ടു. സഹാബാക്കൾ അവിടെ ഉണ്ടായിരുന്ന അയാളുടെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്കിട്ടു. ഏതായാലും അയാൾ സഹാബാക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ അഭയം തേടാൻ വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അയാൾ പറഞ്ഞതിനെക്കുറിച്ച് അപ്പോഴേക്കും ആകാശത്ത് നിന്ന് വഹി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മുനാഫിക്കീങ്ങൾ അത് കേൾക്കുന്നുമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിക്കീങ്ങളിൽ ഒരാൾ ഈ പ്രയാസഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം നഷ്ടപ്പെട്ടതിൽ സന്തോഷിക്കുകയാണ്. അയാൾ പറയുന്നു, അള്ളാഹു അത് ഇന്ന സ്ഥലത്താണെന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നില്ല? കാരണം എൻ്റെ ആയുസ്സാണ് സത്യം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒട്ടകത്തെക്കാളും വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നു. അള്ളാഹു അല്ലാതെ ആരും തന്നെ അദൃശ്യകാര്യങ്ങൾ അറിയുന്നില്ല. അയാൾ അവിടെ ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും പറയുകയുണ്ടായി. അള്ളാഹു എനിക്ക് ഒട്ടകത്തെക്കുറിച്ചും പറഞ്ഞു തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എനിക്ക് ഒട്ടകം എവിടെയാണെന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. ആ മുന്നിലുള്ള താഴ്വരയിൽ ഉണ്ട്. അതിൻ്റെ കടിഞ്ഞാൺ മരത്തിൽ കെട്ടുപണിഞ്ഞ് കിടക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോവുക.
സഹാബാക്കൾ അവിടെ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ അതിനെ കണ്ടെത്തുകയുണ്ടായി. ആ മുനാഫിക്ക് അത് കണ്ടപ്പോൾ സ്തബ്ധനായി. ഉടൻ തന്നെ എഴുന്നേറ്റ് തൻ്റെ കൂട്ടുകാരുടെ അടുക്കലേക്ക് പോവുകയും ചെയ്തു. അവരുടെ അടുത്തെത്തിയപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ട. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അയാൾ സമീപമെത്തി പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നുവോ? അവർ പറഞ്ഞു, അള്ളാഹുവാണേ, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലുമില്ല. അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ സംസാരിക്കുന്നതായി കേട്ടു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായിരിക്കും. പിന്നെ അയാൾ അവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞ കാര്യങ്ങളും ഒട്ടകം കിട്ടിയെന്നും അവരോട് പറഞ്ഞു. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സത്രസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു. അതായത് ഞാൻ ഇപ്പോഴാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഈ സംഭവത്തിന് ശേഷം അയാൾ പറയുന്നു, ഇപ്പോഴാണ് ഞാൻ സത്യമായും ഇസ്ലാം സ്വീകരിച്ചത്. സഹാബാക്കൾ പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിന് തേടുന്നതാണ്. അങ്ങനെ അയാൾ നബി തിരുമേനിയുടെ അടുക്കലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കുറ്റം സംഭവിക്കുകയും ചെയ്തു. ഇബ്നു ഇസാഖ് പറയുന്നു, ചില ആളുകൾ വിവരിക്കുന്നു, സെയ്ദ് അതായത് ഈ മുനാഫിക് തൗബ ചെയ്തിരുന്നു, അങ്ങനെ ചെയ്തിട്ടില്ലെന്നും പറയപ്പെടുന്നു. ഏതായാലും ഇതിനെക്കുറിച്ച് കുറെ കൂടി സംഭവങ്ങൾ പറയാനുണ്ട്, പിന്നീട് വിവരിക്കുന്നതാണ്. ഈ സമയത്ത് ബംഗ്ലാദേശിലെ കാര്യങ്ങൾക്ക് വേണ്ടിയും ദുആക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഭരണകൂടത്തിനെതിൽ കലാപമുണ്ടായിരിക്കുന്നു. ഭരണവ്യവസ്ഥിതി തന്നെ ഇല്ലാതായിരിക്കുകയാണ്. എന്നാൽ കുഴപ്പങ്ങൾ തുടരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ അവസ്ഥകൾ നന്നായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ജമാഅത്തിൻ്റെ വിരോധി സംഘങ്ങൾ അതിൽ നിന്ന് പ്രയോജനമെടുത്ത് അഹമ്മദികൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ പല മസ്ജിദുകൾക്കും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. അവയെ അഗ്നിക്കിരയാക്കി. ജാമിയ അഹമ്മദിയയ്ക്കും ജമാഅത്ത് കെട്ടിടങ്ങൾക്കും നഷ്ടം വരുത്തിയിരിക്കുന്നു. അവിടെയും കേടുപാടുകൾ ഉണ്ടാക്കുകയും സാധനങ്ങൾക്ക് തീ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പല അഹമ്മദികൾക്കും പരിക്കേറ്റിട്ടുമുണ്ട്. വളരെ കാര്യമായ പരിക്കുകളാണ്. അഹമ്മദികളെ മർദ്ദിച്ചിരിക്കുന്നു. മാത്രമല്ല വീടുകളെ മുഴുവനും തീയിട്ടു എന്നും പറയുന്നു. ചില സാധനങ്ങളും അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. തികച്ചും അരാജകത്വമാണ്. അഹമ്മദികൾക്കൊരിക്കൽ ജൽസയ്ക്കിടയിലും ഇപ്പോൾ 2 തവണയും ഈ പ്രദേശത്ത് നഷ്ടം സഹിക്കേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ അവരുടെ വിശ്വാസത്തിൽ അല്പം പോലും ചാഞ്ചല്യം വന്നിട്ടില്ല. വിശ്വാസത്തിൽ സുദൃഢമാണ്. അവർ പറയുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഇതെല്ലാം സഹിക്കുന്നതാണ്. അള്ളാഹു കരുണയും അനുഗ്രഹവും ചൊരിയുമാറാകട്ടെ. അതുപോലെ പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവിടെയും കുറച്ച് കഠിനമായ അവസ്ഥകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരെയും എല്ലാ ഉപദ്രവത്തിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ മുല്ലാക്കളും സ്വാർത്ഥ താല്പര്യക്കാരും അഹമ്മദികൾക്കെതിരെ കൂടുതൽ സജീവമാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ ഇവർ ആക്രമിക്കുകയാണ്. അള്ളാഹു അവരെ പിടികൂടാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്യുമാറാകട്ടെ. പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവിടെ ആക്രമണം നടത്തുന്നവരെയും അള്ളാഹു പിടികൂടുമാറാകട്ടെ. മുസ്ലിം ലോകത്തിനു വേണ്ടിയും ദുആ ചെയ്യുക. അവർ പരസ്പരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും അവസാനിക്കുമാറാകട്ടെ. അള്ളാഹുമായി ശരിയായ ബന്ധം ഉണ്ടാകുന്നവരായി തീരുമാറാകട്ടെ. കാലത്തിൻ്റെ ഇമാമിനെ അംഗീകരിക്കുന്നവരാകുമാറാകട്ടെ. ഇത് മാത്രമാണ് അവരുടെ നിലനിൽപ്പിനുള്ള മാർഗം. ഇതാണ് മോക്ഷത്തിനുള്ള മാർഗം. പക്ഷേ ഈ ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല. ഈ സമയത്ത് ഞാൻ 2 ജനാസകളെ നമസ്കരിപ്പിക്കുന്നതാണ്. മർഹൂമിങ്ങളെ അനുസ്മരിക്കാം. ആദ്യത്തെ അനുസ്മരണം സക്കാവുർ റഹ്മാൻ സാഹിബ് ഷഹീദിൻ്റെതാണ്. ഗുജറാത്ത് ജില്ലയിലെ ചൗധരി അബ്ദുറഹ്മാൻ സാഹിബ് ലാല മൂസയുടെ മകനാകുന്നു. കഴിഞ്ഞ ദിവസം ജലസ ദിവസങ്ങൾക്കിടയിൽ ഇദ്ദേഹം ഷഹീദായി. ജൂലൈ 27 ഏകദേശം 9 മണിക്ക് 2 അജ്ഞാതരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ പ്രവേശിക്കുകയും വെടിയുതിർക്കുകയും ചെയ്തു. അതുകാരണം അദ്ദേഹം തത്സമയം ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന് 53 വയസ്സായിരുന്നു പ്രായം. വിശദീകരണ പ്രകാരം ഡോക്ടർ സക്കാവുർ റഹ്മാൻ സാഹിബ് ഷഹീദ്
പതുപോലെ ക്ലിനിക്ക് തുറന്നിരിക്കുകയായിരുന്നു. 2 അജ്ഞാതരായ മുഖം മൂടിധാരികൾ രാവിലെ 9:30 മണിക്ക് മോട്ടോർ സൈക്കിളുകളിൽ എത്തി. ഒരാൾ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ കയറി, മറ്റേയാൾ ക്ലിനിക്കിന് പുറത്തു നിന്നു. അകത്തേക്ക് കയറിയാൾ ഡോക്ടർ സാഹിബിന് നേർക്ക് വെടിയുതിർക്കാൻ തുടങ്ങി. 3 വെടിയുണ്ടകൾ കൊണ്ടു. ഒന്ന് നെഞ്ചിൽ ഹൃദയത്തിനടുത്താണ് കൊണ്ടത്, മറ്റൊന്ന് വയറിലും വേറൊന്ന് കയ്യിലും കൊണ്ടു. സംഭവത്തിനു ശേഷം 2 കുറ്റവാളികളും ഓടി രക്ഷപ്പെട്ടു. വെടിവെപ്പിന് ശേഷം ബഹളം കേട്ട് ഡോക്ടർ സാഹിബിൻ്റെ അയൽവാസി എത്തിയപ്പോൾ അദ്ദേഹത്തെ പരിക്കേറ്റ അവസ്ഥയിലാണ് കാണാൻ കഴിയുന്നത്. ഡോക്ടർ സാഹിബ് അദ്ദേഹത്തോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ രക്തം ഛർദ്ദിച്ചു. അദ്ദേഹം ഷഹീദാവുകയുമുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷഹാദത്ത് വേളയിൽ അദ്ദേഹം പാകിസ്ഥാനിൽ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ UK ജസസാലയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയായിരുന്നു. ഡോക്ടർ സക്കാവുർ റഹ്മാൻ സാഹിബിൻ്റെ കുടുംബത്തിൽ ചെക്ക് സിക്കന്ദർവാസിയായ ഹദരത്ത് മസീമദ് അലി സ്വലാത്തുസ്ലാമിൻ്റെ സഹാബി ഹദരത്ത് ഹാഫിസ് അഹമ്മദ്ദീൻ സാഹിബ് ചെക്ക് സെക്കൻഡർവാസി മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. അദ്ദേഹം 313 സഹാബാക്കളിൽ ഉൾപ്പെട്ടിരുന്നു. ഷഹീദിൻ്റെ പിതാമഹൻ നേക്ക് ആലം സാഹിബ് അഹമ്മദ്ദീൻ സാഹിബിൻ്റെ സഹോദരപുത്രനായിരുന്നു. 1901 ജൂൺ 10 ബയ്യത്ത് ചെയ്ത ശേഷം പിന്നീട് ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ജഹലം യാത്രാവേളയിൽ നേരിട്ട് കയ്യിൽ ബയ്യത്ത് ചെയ്യാനും സൗഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നേരത്തെയും ശുഹദാക്കൾ ഉണ്ട്. ഹദരത്ത് ഖലീൽ അഹമ്മദ് സോളങ്കി സാഹിബിൻ ലാഹോറിൽ ഷഹീദായിരുന്നു. ഇദ്ദേഹം ഡോക്ടർ സാഹിബിൻ്റെ മാതുലപുത്രനാണ്. ഷഹീദ് മർഹൂമിന് വിവിധ ജമാഅത്തി സേവനത്തിനും അവസരം ലഭിച്ചിട്ടുണ്ട്. ദീർഘകാലം ഗുജറാത്ത് ജില്ലയിലെ ലാല മൂസ ജമാഅത്തിൽ മാൽ സെക്രട്ടറി ആയിരുന്നു. ഷഹാദത്ത് വേളയിൽ സദർ ജമാഅത്തായി സേവനം ചെയ്യുകയും ഉണ്ടായി. ചന്തകളിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നതോടൊപ്പം സാധുക്കളെ സഹായിക്കുന്ന ആളുമായിരുന്നു. പണ്ട് സാഹചര്യങ്ങളെല്ലാം നന്നായിരുന്നപ്പോൾ സുഹൃത്തുക്കളെ തബ്ലീഗ് ആവശ്യാർത്ഥം കേന്ദ്രത്തിലേക്ക് സന്ദർശനത്തിന് കൊണ്ടുവരുമായിരുന്നു. ഡോക്ടർ സക്കാവുർ റഹ്മാൻ സാഹിബിനെ സംബന്ധിച്ച് ഗുജറാത്ത് ജില്ലാ അമീർ സാഹിബ് പറയുന്നു, ഷഹീദ് ഒരുപാട് സൽഗുണങ്ങളുടെ ഉടമസ്ഥനായിരുന്നു. അതിൽ സാമ്പത്തിക ത്യാഗം പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. ഭാരവാഹികളെയും മറ്റും അപേക്ഷിച്ച് അഹമ്മദിയ ഖിലാഫത്തിൻ്റെ അനുസരണത്തിൽ സവിശേഷമായ സ്ഥാനം ഉണ്ടാക്കിയെടുത്തിരുന്നു. എല്ലാവരോടും പുഞ്ചിരിച്ച മുഖവുമായി കാണുമായിരുന്നു. സൃഷ്ടി സേവനതയും നല്ലപോലെ ഉണ്ടായിരുന്നു. ഡോക്ടർ സാഹിബ് നിരവധി രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് അനഹമ്മദികളായ ആളുകളും ഉണ്ടായിരുന്നു. നല്ല ബന്ധമാണ്. അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഷഹാദത്തിന് ശേഷം പല അനഹമ്മദികളും പറയുകയും അദ്ദേഹത്തിന് ജനാസയിൽ പങ്കെടുക്കുകയും ചെയ്യുകയുണ്ടായി. അമീർ സാഹിബ് എഴുതുന്നു, 2024 വലിയ പെരുന്നാളിന് മുമ്പ് ഡോക്ടർ സാഹിബ് എന്നോട് പറഞ്ഞു, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, തങ്ങളുടെ ജീവനെ ഭീഷണിയുണ്ട്, അതുകൊണ്ട് ഈദ് കഴിയുന്നതുവരെയും ക്ലിനിക്കിൽ ഇരിക്കരുത്. പക്ഷെ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നു, അവിടെ ഇരിക്കുകയും ചെയ്തിരുന്നു. മർഹൂമിൻ്റെ സന്തപ്ത കുടുംബത്തിൽ ഭാര്യ നഗീന റഫീഖ് സാഹിബിയും ഒരു മകനും 3 പെൺമക്കളുമുണ്ട്. 2 പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഒരു മകൾ ജർമ്മനിയിൽ വിദ്യാർത്ഥിനിയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുകയും സന്തപ്ത കുടുംബത്തിന് സഹനം നൽകുകയും കുട്ടികൾക്ക് അദ്ദേഹത്തിന് നന്മകൾ തുടരാൻ തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. 2ാമത്തെ ജനാസ മലിക് ബഷീർ അഹമ്മദ് സാഹിബിൻ്റെ ഭാര്യ സയ്യിദ ബഷീർ സാഹിബയുടേതാണ്. ഇവർ കഴിഞ്ഞ ദിവസം 83ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂമ മൂസിയ ആയിരുന്നു. കുടുംബത്തിൽ ഒരു മകനും 3 പെൺമക്കളുമുണ്ട്. ഖാനയിൽ മുറബിമാരായ മലിക് ഗുലാം അഹമ്മദ് സാഹിബിൻ്റെ മാതാവാണ്. ഫീൽഡിലായിരുന്ന കാരണത്താൽ അദ്ദേഹത്തിന് തൻ്റെ മാതാവിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ മകൻ ഗുലാം അഹമ്മദ് മുറബി പറയുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ ഹദരത്ത് മസീമദ് അലി സ്വലാത്തുസ്ലാമിൻ്റെ സഹാബിയായ ഞങ്ങളുടെ പിതൃവ്യൻ ഹദരത്ത് മലിക് അള്ളാഹ് ബക്ഷ് അൻഹു മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. അദ്ദേഹം കർമ്മയോഗിയായ
പണ്ഡിതനായിരുന്നു. സൂര്യ ചന്ദ്രഗ്രഹണ അടയാളത്തിന് സാക്ഷിയായിക്കൊണ്ട് ലോദ്രാവാങ് എന്ന പ്രദേശത്ത് നിന്ന് ഖാദിയാനിലേക്ക് കാൽനടയായി വന്നു. ബയ്യത്ത് ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാവിനോട് ഹദരത്ത് അമ്മജാൻ നുസ്രത്ത് ജഹാൻ ബേഗം സാഹിബയ്ക്ക് പ്രത്യേക വാത്സല്യമായിരുന്നു. മുറബി സാഹിബ് പറയുന്നു, ഞങ്ങളുടെ മാതാവ് ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു, റബുവിൽ എനിക്ക് ഹദരത്ത് അമ്മജാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരുപാട് സ്നേഹം ലഭിച്ചിരുന്നു. ഞാൻ അവരുടെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. എനിക്കെന്തോ കാരണവശാൽ റൊട്ടി ഇഷ്ടമല്ലായിരുന്നു. പലപ്പോഴും സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാറുണ്ടെങ്കിലും പൈസ തന്ന അങ്ങാടിയിൽ നിന്ന് ബന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഞാൻ അത് പാലിൻ്റെ കൂടെ കഴിച്ചിരുന്നു. ഒരിക്കൽ കുട്ടിയായിരുന്നപ്പോൾ എന്തോ കാരണത്താൽ കരഞ്ഞപ്പോൾ അമ്മാജാൻ എന്നെ സ്നേഹപൂർവ്വം മടിയിലിരുത്തി ലാളിച്ചു. സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിത്തന്നു. പറയുന്നു, എൻ്റെ മാതാവ് ഒരു അനാഥ കുട്ടിയായാണ് വളർന്നതെങ്കിലും ഹദരത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റ് മഹാത്മാക്കളുടെയും നല്ല സഹവാസം വളരെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. ജീവിതം മുഴുവനും കൃത്യമായി തഹജ്ജുദ് നമസ്കരിച്ചിരുന്നു. നമസ്കാര കാര്യങ്ങളിലും കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു. സ്വന്തം നിലയ്ക്ക് മാത്രമല്ല മക്കളോടും അത് ഉപദേശിച്ചിരുന്നു. കാഴ്ചയ്ക്ക് കുറവുണ്ടാകുന്നതുവരെയും റമദാനിൽ വിശുദ്ധ ഖുർആനും 3 പ്രാവശ്യമെങ്കിലും ഓതി തീർത്തിരുന്നു. ഖിലാഫത്തുമായി അദ്ദേഹത്തിന് സ്നേഹബന്ധവും ഊറും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. ഖലീഫമാരുടെ പ്രഭാഷണങ്ങളും ഖുതുബകളും വളരെ ശ്രദ്ധാപൂർവം മൗനിയായി ശ്രവിക്കുമായിരുന്നു. മറ്റൊരു പ്രത്യേകത എഴുതുന്നു, ആരുടെയെങ്കിലും ഉച്ചത്തിൽ സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കുട്ടികളും ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ തടയുമായിരുന്നു. പറയുന്നു, അവരെപ്പോഴും തൻ്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ സഖിയുമായിട്ടാണ് ഉള്ളത്. ഞങ്ങൾ കുട്ടികളെ നമസ്കരിക്കാത്തതിൽ ക്രിസ്തുനിഷ്ഠയുള്ളവർ ആക്കുകയും എസ്എൽ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തു. ഖിലാഫത്തിനോടും ജമാഅത്ത് വ്യവസ്ഥിതിയോടുമുള്ള സ്നേഹം മനസ്സിൽ കുടിയിരുത്തി. എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് സിയാൽകോട്ടിലെ മസ്ജിദിൽ പോകാനും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം നമസ്കരിച്ച അനുഗ്രഹീത സ്ഥലങ്ങളിൽ നമസ്കരിക്കാനും നല്ല ആഗ്രഹമുണ്ട്. മുറബി സാഹിബ് പറയുന്നു, യാദൃച്ഛികമായി എൻ്റെ പ്രസംഗം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉമ്മയെയും അവിടേക്ക് കൊണ്ടുപോയി. ഉമ്മ മസ്ജിദിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമസ്കരിച്ചു. വളരെ കരഞ്ഞുകൊണ്ട് നഫലുകൾ നിർവഹിച്ചു. തൻ്റെ ഹൃദയാഭിലാഷം പൂർത്തിയാക്കിയതിൽ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചു. നല്ലപോലെ ദുആ ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ തൃപ്തിപ്പെട്ടിരുന്നു. ഭൗതിക മോടികളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ആത്മാർത്ഥതയുള്ള മാതൃക വനിതയും ആയിരുന്നു. അള്ളാഹു അവരോട് ഓർമ്മയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. മക്കൾക്കും തലമുറകൾക്കും അവരുടെ നന്മകൾ തുറന്നു കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. Alhamdulillah, alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم
ولذكر الله أكبر.